യെസ്, ശ്യാം ദേവരാജ് കൂടി ചേരുകയാണ്. ശ്യാം, ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുകയാണ്, വൈകിയ നടപടിയാണ്, പോലീസിന്റെ വീഴ്ചകൾ കൂടുതൽ ബോധ്യപ്പെടുകയാണ്. മുൻപ് കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. കാരണം കോടതിയുടെ ഇടപെടൽ അന്ന് വളരെ പ്രധാനപ്പെട്ടതായി മാറുകയായിരുന്നു ഈ ഒരു കേസിൽ. അതിൽ കോടതി പറഞ്ഞത് ഇവിടുത്തെ ഭരണ സംവിധാനം തന്നെ പരാജയപ്പെടുന്നു ഈ സംഭവത്തിൽ എന്നുള്ളതാണ്. മാത്രമല്ല, പണക്കാരനായ ഒരു പ്രതിയെ സംരക്ഷിക്കാനാണ് ഇവിടുത്തെ ഭരണകൂടം ശ്രമിക്കുന്നത് എന്നടക്കം അന്ന് കോടതി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നു. റോഷ്നി, കടുത്ത വിമർശനങ്ങളാണ് നേരത്തെ ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ഉയർത്തിയിരുന്നത്. പ്രത്യേകിച്ചും ഡിവൈഎസ്പി സുധീർ കല്ലൻ, SP, ക്രൈംബ്രാഞ്ച് SP, മേൽനോട്ട ചുമതലയുള്ള SP എന്നിവരെ വിളിച്ചു വരുത്തി കടുത്ത ഭാഷയുള്ള വിമർശനം ഹൈക്കോടതി ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ചും എത്ര നാളായി DYSP ആയിട്ട് എന്നതാണ് DYSP സുധീർ കല്ലനോട് സിംഗിൾ ബെഞ്ച് അന്ന് നേരിട്ട് ചോദിച്ച ചോദ്യം. മാത്രമല്ല, താങ്കൾ എത്ര പേരെ ഇതേവരെ എത്ര കേസുകളിൽ അറസ്റ്റ് ചെയ്തു? അത് 10 കേസുകളിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. 10 കേസുകളിൽ 9 കേസുകളിലും അറസ്റ്റിന്റെ കാരണം അറിയിച്ചോ എന്നുള്ള ചോദ്യം ചോദിച്ചു. അതിൽ എല്ലാ കേസുകളിലും അങ്ങനെ അറിയിച്ചു. പിന്നെ എന്തുകൊണ്ട് അത്രയും പരിചയമുള്ള ഒരാൾക്ക് ഈ ഒരൊറ്റ കേസിൽ മാത്രം ഈ വീഴ്ച വന്നു? അത് മനഃപൂർവ്വമായ വീഴ്ചയാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ DYSP സുധീർ കല്ലനോട് അന്ന് തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് A ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉയർത്തിയിരുന്നു. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സർക്കാരിനോട് ചോദിച്ചത് ഇത്രയും കടുത്ത വീഴ്ച ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് ഇതുവരെയും സസ്പെൻഡ് ചെയ്തില്ല എന്ന നിരവധിയായ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. അന്ന് സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ നൽകിയ മറുപടി നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ എന്നതാണ്. പക്ഷേ ഹൈക്കോടതി വീണ്ടും അതിന്മേൽ സംസ്ഥാന സർക്കാരിന്റെ അടക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഉയർത്തിയ ചോദ്യം, നിങ്ങൾക്ക് മറ്റുള്ള ഒരു കേസുകളിലും ഇത്തരം നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതില്ല, എല്ലാ കേസുകളിലും സംസ്ഥാന സർക്കാർ ഉടനടി നടപടി സ്വീകരിക്കുന്നു. പക്ഷേ ഈ ഒരു കേസിൽ സുധീർ കല്ലനെതിരെ മാത്രം സസ്പെൻഡ് ചെയ്യാൻ മാത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നടപടിക്രമങ്ങൾ നോക്കുന്നത് നടക്കമുള്ള കടുത്ത വിമർശനങ്ങളാണ് അന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉയർത്തിയത്. എന്തായാലും DYSP സുധീർ കല്ലനെ സംസ്ഥാന സർക്കാർ നടപടിക്രമങ്ങൾ പാലിച്ച് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് സർവീസിൽ നിന്നാണ്ട് DYSP സ്ഥാനത്ത് നിന്നാണ് സസ്പെൻഷൻ. യെസ്, ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ ഹൈക്കോടതിയുടെ വിമർശനം അത് രൂക്ഷമായിരുന്നു. ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ വീഴ്ചയാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, പ്രതി ഒരു സ്വാധീനമുള്ള പണക്കാരനായ ആളായതുകൊണ്ട് സംരക്ഷിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂട സംവിധാനങ്ങൾ എന്നുള്ള വലിയ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഇടപെടലുകളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ DYSP സുധീർ കല്ലനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സസ്പെൻഷനാണ് നടപടി. അതിൽ ഈ അന്വേഷണത്തിൽ, നിതിൻ രാജിന്റെ മരണത്തിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന കണ്ടെത്തലിലാണ് DYSPക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. റോഷിപാൽ തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോഷിപാൽ, കേരളം ചർച്ച ചെയ്ത ഒരു വലിയൊരു കേസാണിത്. നിതിൻ രാജിനെ കേരളത്തിലെ മലയാളികൾക്ക് മറക്കാനേ കഴിയില്ല. ആ കുടുംബത്തിന്റെ കണ്ണുനീർ നമ്മൾ കണ്ടതാണ്. ഈ അന്വേഷണ ഘട്ടത്തിൽ ഓരോ സമയത്തും ആ കുടുംബത്തിന് പരാതി ഉന്നയിക്കേണ്ടി വന്നു. മകൻ മരിച്ച ഒരു വിഷമത്തിലും ആ അച്ഛനും ആ മാതാപിതാക്കൾക്ക് കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരേണ്ട അവസ്ഥയുണ്ടായി. റോഷി, നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ബന്ധുക്കൾ തന്നെ അതിൽ വലിയ ആശങ്ക അറിയിച്ചതാണ് സർക്കാരിനെ. കാരണം അന്വേഷണം കൃത്യമായ നിലയിലല്ല മുന്നോട്ട് പോകുന്നത്. പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഇതിലെ പ്രധാന പ്രതികളിൽ ഒരാളായ റാമിന്റെ അറസ്റ്റ് വൈകുന്നതാണ്. റാമിനെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്ന ഒരു വിശദീകരണമാണ് സർക്കാരിന്റെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. പക്ഷേ റാമിനെ പിടികൂടാനുള്ള ഒരു ശ്രമവും പോലീസ് നടത്തിയിരുന്നില്ല എന്ന വിമർശനമായിരുന്നു നിതിൻ രാജിന്റെ മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടായത്. ഒടുവിൽ പുതിയ സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയൊക്കെ കണ്ട് തങ്ങളുടെ പ്രയാസങ്ങൾ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് കൃത്യമായ നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്ത് പോവുകയും ചെയ്തു. ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ റാമിന് പെട്ടെന്ന് ജാമ്യം ലഭിച്ചത് വലിയ നാണക്കേടായി സർക്കാരിന് മാറുകയും ചെയ്തു. പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന വിമർശനം ആദ്യഘട്ടത്തിൽ ഉയർന്നപ്പോൾ അതിൽ ബോധപൂർവമായി റാമിന് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കിയെന്ന മറുഭാഗത്തും വിമർശനം ഉയർന്നു. ഒടുവിൽ കോടതി അടക്കം അതിരൂക്ഷമായ ഭാഷയിൽ പോലീസിനെതിരെ വിമർശനം ഉന്നയിക്കുകയും അന്വേഷണത്തെ നയിച്ച DYSPയെ സംശയമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തതോടെ ഒടുവിൽ ആഭ്യന്തരമന്ത്രി തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷനിലേക്ക് പോയത്. ഒന്ന്, കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു ദാരുണമായ മരണം. ആ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ എന്തുകൊണ്ട് റാമിന് അവിടെ രക്ഷപ്പെടാൻ അവസരം നൽകുന്നു എന്ന ചോദ്യമായിരുന്നു പൊതുയിടത്തിൽ ഉയർന്നത്. അതിന്റെ ഉത്തരമാണ് ഇപ്പോൾ വരുന്നത്. പോലീസ് വീഴ്ച സംഭവിച്ചു. ആ വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ
സുധീർ കല്ലൻ എന്ന ഡിവൈഎസ്പിക്കെതിരെ സസ്പെൻഷൻ നടപടി, അതും ഓണത്തലേന്ന് സർക്കാർ എടുത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി ആ റിപ്പോർട്ട് വിളിച്ചു വരുത്തി അതിൽ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം DGPക്ക് നൽകുകയായിരുന്നു. ശരി, ഈ മണിക്കൂറിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങളാണ് ആർ റോഷിബാലും അർജുൻ കല്യാടും ശ്യാം ദേവരാജും പങ്കുവച്ചത്.